കൂടുതൽ ഇടങ്ങളിൽ സ്ഫോടക വസ്തു ശേഖരങ്ങളുണ്ടോ, കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ ഒരു ആശങ്ക കൂടി ഉണ്ടാവുകയാണ് വീണ്ടും ഈ അറസ്റ്റിലൂടെ. തീർച്ചയായും അത് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത്ര അധികം 350 കിലോയിലധികം പിടിച്ചെടുത്ത ഒരു സാഹചര്യത്തിൽ ഒരു വാഹനത്തിൽ മാത്രമായി ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു എന്നുള്ളതല്ല പ്രശ്നം. കൂടുതൽ വാഹനങ്ങൾ പലയിടത്തായിട്ട് അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടോ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളുമായി, അത് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം വരുന്ന സംശയം എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തുമ്പോൾ ഇത്തരത്തിൽ ശേഖരങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം. ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളടക്കം, അതായത് പുതിയതായി 60 കിലോ കണ്ടെടുത്തതടക്കം ഉള്ള കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് അറിയുന്നത്. അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. അർജുൻ, NIA സംഘം ഇപ്പോൾ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്? ഇപ്പോഴും ആ സ്ഫോടനം നടന്ന പ്രധാന ഇടത്തേക്ക് NIA സംഘം മാറി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. അതായത് ആദ്യഘട്ടത്തിൽ 500 മീറ്റർ മാറി നേരത്തെ മാധ്യമപ്രവർത്തകർ നിന്ന ഇടമുണ്ട്. അവിടെയും ഈ രാവിലെ മുതൽ തന്നെ പല മെറ്റലിന്റെ പീസുകളും അതുപോലെ ചില്ലിന്റെ കഷ്ണങ്ങളും എല്ലാം തന്നെ പലതും ചിതറിക്കിടന്നിരുന്നു. അവിടേക്ക് അടക്കം എത്തി പ്ലാസ്റ്റിക് ബാഗുകളിൽ ഈ വസ്തുക്കളെല്ലാം ശേഖരിച്ച് ഇവിടേക്ക് കൂടി, അതായത് ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് ഇട്ടതിന് കുറച്ച് പുറകിലായി ഏകദേശം 200 മീറ്റർ കൂടി പുറകിലായി ഒരു രണ്ടാമത്തെ ബാരിക്കേഡ് കൂടി ഇട്ട് വീണ്ടും സ്ഫോടനം നടന്ന ഇടത്തേക്ക് തന്നെ ഇപ്പോൾ തിരികെ പോയി അവിടെ കുറച്ചുകൂടി കുറച്ചുകൂടി ശക്തമായിട്ടുള്ള തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാം ഘട്ടം എന്ന് പറയാൻ സാധിക്കും NIAയുടെ തെളിവ് ശേഖരത്തെ സംബന്ധിച്ച്. അതായത് ആദ്യഘട്ടത്തിൽ ഇവിടെ NSTയുടെ പോസ്റ്റ് ബ്ലാസ്റ്റ് അസസ്മെന്റ് സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഫോറൻസിക് സംഘം അതുപോലെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ സെല്ലും ഇന്നലെ രാത്രി എത്തി പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം ആരംഭിച്ചത്. അവിടെ നിന്ന് ലഭിച്ച നിരവധി തെളിവുകൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി NIAക്ക് ഇന്ന് ഏകദേശം അരമണിക്കൂർ മുമ്പ് ആഭ്യന്തര മന്ത്രാലയം തന്നെ ഔദ്യോഗികമായി കേസ് കൈമാറിയിരുന്നു. ഈ കേസ് പൂർണ്ണമായും NIA ഏറ്റെടുത്തതിന് ശേഷം അവരുടെ രണ്ടാം ഘട്ട വിവരശേഖരണവും അതുപോലെ തന്നെ തെളിവ് ശേഖരണവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കും. പ്രധാനമായിട്ടും നേരത്തെ മാധു അടക്കം ചോദിച്ച കാര്യമുണ്ട്. ഇത് ഒരു ചാവേർ ആക്രമണമാണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാകേണ്ട രീതി, അതായത് ബോംബ് സ്ഫോടനം ഉണ്ടായതിനു ശേഷം അതിൽ ആ സ്ഫോടനത്തിന്റെ തീവ്രത ഏത് രീതിയിലാണ് മൃതശരീരങ്ങളിലേക്ക് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ പടരേണ്ടത്, അതിലടക്കം ചില ആശയക്കുഴപ്പങ്ങൾ നേരത്തെ അന്വേഷണം നടത്തുന്ന ഏജൻസികൾക്കുണ്ടായിരുന്നു. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ രണ്ടാം ഘട്ട വിവരശേഖരണവും അതുപോലെ തെളിവുകൾ ശേഖരിക്കുന്നതുമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി ഇക്കാര്യങ്ങളടക്കം ഇനി ഫോറൻസിക് പരിശോധനയ്ക്കും വിധേയമാക്കും. അതായത് ഈ ചെറിയ മെറ്റൽ കഷ്ണങ്ങൾ, ചെറിയ ഗ്ലാസിന്റെ ഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ കാറിൽ നിന്നും പൊട്ടിത്തെറിച്ച IEDയുടെയും സ്ട്രാപ്നൽസ് ആണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ സ്ഫോടനത്തിന്റെ സ്വഭാവം അതുപോലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത ലഭിക്കാനൊക്കെയാണ് ഈ രണ്ടാം ഘട്ട തെളിവ് ശേഖരണവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ തോതിൽ തന്നെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് റോഡിൽ നിന്ന് നല്ലപോലെ. കാരണം 500 മീറ്റർ മാറിയടക്കം ഈ സ്ഫോടനത്തിന്റെ തീവ്രത കാരണം അവശിഷ്ടങ്ങൾ തെറിച്ചു വന്നിരുന്നു. വലിയ ആഘാതം ഉണ്ടായിരുന്നത് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്നുള്ളത് വ്യക്തമാക്കുന്ന സാഹചര്യം. 2.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് പ്രകമ്പനം കേൾക്കാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ സ്ഫോടനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 500 മീറ്റർ അപ്പുറത്തേക്ക് വരെ ശരീരാവശിഷ്ടങ്ങൾ ചിതറി തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നതും വ്യക്തമാക്കപ്പെടുകയാണ്. ഇപ്പോൾ ആ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം NIA സംഘം അവിടേക്ക് സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് എത്തി പരിശോധിക്കുകയാണ്.